നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാമോ ഇല്ലെന്ന് ഒരുപാട് ആളുകൾ എന്നോട് മെസ്സേജ് അയച്ചിരുന്നു. ഖുർആനിലെ 10-ാം അധ്യായം സൂറത്ത് യൂനുസിലെ 58-ാം വചനത്തിലൂടെ വ്യക്തമായി അല്ലാഹു തആല പറയുന്നു, നബിയെ അങ്ങ് പറയുക, അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടും റഹ്മത്ത് കൊണ്ടും നിങ്ങൾ സന്തോഷിക്കുക, അതാണ് മറ്റെന്തിനേക്കാളും നിങ്ങൾക്ക് ഖൈർ. ആ ആയത്തിന്റെ ഒരുപാട് തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും, ആ റഹ്മത്ത് എന്നാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിക്കണം എന്ന് പറഞ്ഞതിന്റെ തെളിവാണ് ഞാൻ ഈ പറഞ്ഞത്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസ് 57-58 സൂക്തങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ, ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. നബിയെ അങ്ങ് പറയുക, അള്ളാഹുവിന്റെ ഔദാര്യവും അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടും അവർ സന്തോഷിക്കട്ടെ. അള്ളാഹുവിന്റെ ഔദാര്യം എന്ന് പറഞ്ഞാൽ അത് വിജ്ഞാനമാണ്, അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്നാണ്. يا أيها الناس قد جاءتكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين. മനുഷ്യരെ, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സതുപദേശവും മനസ്സുകളിലുള്ള രോഗത്തിന് ശമനവും നിങ്ങൾക്ക് വന്നുകിട്ടിയിരിക്കുന്നു. സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും കാരുണ്യവും വന്നുകിട്ടിയിരിക്കുന്നു. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹൂ ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. പറയുക, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടും കാരുണ്യം കൊണ്ടുമാണത്. അതുകൊണ്ട് അവർ സന്തോഷിച്ചുകൊള്ളട്ടെ. അതാണ് അവർ സമ്പാദിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ ഉത്തമമായിട്ടുള്ളത്. ഖുൽ അറഅയ്തും മാ അൻസലല്ലാഹു ലക്കും മാ فجعلتم منه حراما وحلالا قل الله أذن لكم أم على الله تفترون. പറയുക, അല്ലാഹു നിങ്ങൾക്കിറക്കിത്തന്ന ആഹാരത്തെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നിട്ട് അതിൽ ചിലത് നിങ്ങൾ നിഷിദ്ധവും വേറെ ചിലത് അനുവദനീയവുമാക്കിയിരിക്കുന്നു. പറയുക, അല്ലാഹുവാണോ നിങ്ങൾക്ക് അതിന് അനുവാദം തന്നത്? അതല്ല, നിങ്ങൾ അല്ലാഹുവിന്റെ പേരിൽ കെട്ടിച്ചമയ്ക്കുകയാണോ? നബിദിനം ആഘോഷിക്കാൻ സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്ത്, അഥവാ ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. ഈ ആയത്ത് റഹ്മത്ത് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്നും, അപ്പോൾ റഹ്മത്ത് കൊണ്ട് ഫൽയഫ്റഹു സന്തോഷിക്കണം എന്നാണ് അള്ളാഹു പറഞ്ഞത് എന്നും, അപ്പോൾ ഖുർആൻ തന്നെ നബിദിനാഘോഷത്തിന് തെളിവാണ് എന്നുമാണ് സാധാരണ പറയാറുള്ളത്. അതൊന്നുകൂടി വിപുലീകരിച്ചും തെറ്റിദ്ധരിപ്പിച്ചും പോസ്റ്റർ ഇറക്കാറുണ്ട് നബിദിന സമയങ്ങളിൽ. അത്തരമൊരു പോസ്റ്ററാണിത്. നബിദിനം ഇസ്ലാമികം തന്നെ എന്ന് ഹെഡിങ് കൊടുത്തിട്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ജനങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കട്ടെ, വിശുദ്ധ ഖുർആൻ. അപ്പോൾ അള്ളാന്റെ റഹ്മത്തായ മുഹമ്മദ് നബിയെ കൊണ്ട് ജനങ്ങൾ സന്തോഷിക്കട്ടെ, വിശുദ്ധ ഖുർആൻ. അങ്ങനെ ഖുർആനിലില്ല.
അപ്പൊ ഇങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഖുർആൻ നമുക്ക് തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആയത്ത് മുന്നിൽ വെച്ചുകൊണ്ട് ജന്മദിനാഘോഷത്തെ ന്യായീകരിക്കുന്നവർ ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്. ഈ ആയത്ത് അവതരിപ്പിച്ചതിന് ശേഷം സഹാബികളെ, ഇതാ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നബിദിനാഘോഷം നടത്താൻ, അതുകൊണ്ട് നിങ്ങൾ റബീഉൽ അവ്വൽ 12 അന്ന് ഒരുങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? ഇല്ല. സ്വഹാബികളിൽ ആരെങ്കിലും ഈ ആയത്തിനെ അങ്ങനെ മനസ്സിലാക്കിയോ? ഇല്ല. ഏതെങ്കിലും ഒരു മുഫസ്സിർ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇത് റബീഉൽ അവ്വൽ 12 അന്ന് മൗലിദ് ഓതാനുള്ളതാണ്, ആഘോഷിക്കാനുള്ളതാണ്, നെയ്ച്ചോറ് വിളമ്പാനുള്ളതാണ് എന്ന് പറഞ്ഞു വെച്ചോ? ഇല്ല. പിന്നെ ആകെയുള്ള തെളിവെന്താണ്? റഹ്മത്ത് എന്ന് പറഞ്ഞാൽ നബിയാണ്. യഥാർത്ഥത്തിൽ അതുപോലും ഭൂരിപക്ഷം മുഫസ്സിരീങ്ങളും പറഞ്ഞതിന് വിരുദ്ധമാണ്. ഈ ആയത്തിന്റെ തൊട്ട് മുകളിൽ എന്താണ് പ്രിയപ്പെട്ടവരെ പറഞ്ഞിട്ടുള്ളത്? യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, ഖദ് ജാഅതുക്കും മൗഇളത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന് നിങ്ങൾക്കിതാ ഒരു സതുപദേശം വന്നിരിക്കുന്നു. വശിഫാഉൽ ലിമാ ഫിസ് സുദൂർ, നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിലുള്ളതെല്ലാറ്റിനും ശമനമായി കൊണ്ടാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത്. വഹുദം വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് വഴികാട്ടിയും കാരുണ്യവുമായിട്ടാണ് അള്ളാഹു അത് അവതരിപ്പിച്ചിട്ടുള്ളത്. ഖുൽ, നബിയെ പറയുക, ബിഫളിലില്ലാഹി വബിറഹ്മതിഹി, അള്ളാഹുവിന്റെ ഫളില് കൊണ്ടും റഹ്മത്ത് കൊണ്ടും, ഫബിദാലിക ഫൽയഫ്റഹു, അതുകൊണ്ട് അവർ സന്തോഷിക്കട്ടെ, ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, അവർ ഒരുമിച്ച് കൂട്ടുന്നതിൽ ഏറ്റവും നല്ലത് അതാണ്. ഈ ഫളില് റഹ്മത്ത്, ഇതാണ് റഹ്മത്ത് എന്ന് പറഞ്ഞാൽ നബിയാണ് സന്തോഷിക്കട്ടെ എന്ന് പറയാറുള്ളത്. മിക്കവാറും മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഫളില് എന്ന് പറഞ്ഞാൽ, ഫളിലുല്ലാ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഖുർആൻ, വറഹ്മത്തുഹു എന്ന് പറഞ്ഞാൽ അൽ ഇസ്ലാം എന്നാണ്. ഇനി റഹ്മത്ത് എന്ന് പറഞ്ഞാൽ ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ തന്നെ വെച്ചോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് സന്തോഷിക്കാൻ തന്നെ വെച്ചോ, നമുക്ക് തർക്കമില്ല. പക്ഷെ അത് ജന്മദിനാഘോഷമായിട്ട് ഒരു ബന്ധവും അതിനില്ല. അതും ജന്മദിനാഘോഷം ബന്ധമൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തേക്ക് വന്നതിൽ സന്തോഷിക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. നമുക്കൊക്കെ സന്തോഷമേ ഉള്ളൂ. പക്ഷെ ജന്മദിനാഘോഷം എന്ന ഒരു പുണ്യകർമ്മത്തിലേക്കും വിവാദത്തിലേക്കും ഈ ആയത്ത് നമ്മളെ കൊണ്ടുപോകുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നോക്കൂ, കേരളത്തിൽ എത്രയോ മലയാള പരിഭാഷ ഇറക്കിയിട്ടുണ്ട്. ഇനി ഇറക്കുന്ന പരിഭാഷയിലേക്ക് ചിലപ്പോൾ അതൊക്കെ എഴുതി ചേർക്കുമായിരിക്കും. പൊന്നാനിയിൽ നിന്ന് 100% സുന്നത്ത് ജമാഅത്തിന്റെ പരിഭാഷയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തിറക്കിയ പൊന്നാനി ഖാദിയുടെ പരിഭാഷയിൽ എന്താ ഉള്ളത്? ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി വബിദാലിക ഫൽയഫ്റഹു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അനുഗ്രഹവും കാരുണ്യവും കൊണ്ട് മാത്രമാണ് അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്, അതിലവർ സന്തോഷിക്കട്ടെ. അതിന്റെ വിശദീകരണത്തിലും എവിടെയും ജന്മദിനാഘോഷം പറയുന്നില്ല. എന്താ പറയുന്നത്? വിശുദ്ധ ഖുർആൻ അള്ളാഹുവിങ്കിൽ നിന്നുള്ള സതുപദേശമാണ്, ഹൃദയങ്ങളിലുള്ള സത്യനിഷേധം, കാപട്യം, സംശയം തുടങ്ങിയ രോഗങ്ങൾക്കുള്ള ഔഷധമാണ്, സന്മാർഗദർശനമാണ്, സത്യവിശ്വാസികൾക്കുള്ള കാരുണ്യമാണ്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹവും കാരുണ്യവും കൊണ്ടാണ് നമുക്കത് ലഭിച്ചത്, അതുകൊണ്ട് സന്തോഷിക്കട്ടെ. അപ്പൊ ഇതും നബിദിനുമായിട്ട് ഒരു ബന്ധവുമില്ല. ജന്മദിനാഘോഷമായിട്ട് ഒരു ബന്ധവും ഒരു മുഫസ്സിറും പറഞ്ഞിട്ടില്ല. ഒരു സഹാബിക്കും അത് മനസ്സിലായിട്ടില്ല. ആദ്യ നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു പണ്ഡിതനും അത് മനസ്സിലായിട്ടില്ല. അപ്പൊ ഖുർആനിനെ സ്വന്തം താല്പര്യപ്രകാരം ഇങ്ങനെ വളച്ചൊടിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ഖുർആനിൽ പോയി തെളിവ് പരതേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചത് മുഅ്മിനീങ്ങൾക്കാണ്. മുഅ്മിനീങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം ആദ്യം ചെയ്യുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, പിന്നെ സ്വഹാബികളാണ്, പിന്നെ അവിടെ നിന്നിങ്ങോട്ട് മദ്ഹബിന്റെ ഇമാമിങ്ങൾ അടക്കമുള്ള മഹാന്മാരായ സലഫ് സ്വാലിഹീങ്ങളാണ്. അവർക്കാർക്കും ഇത് ജന്മദിനാഘോഷത്തിന്റെ അള്ളാഹുവിന്റെ കൽപ്പനയാണ് എന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഈ ആയത്ത് കൊണ്ടുവന്ന് ഇതിനെ ദുർവ്യാഖ്യാനിക്കുന്നവരുണ്ടെങ്കിൽ
അവരെ പുറങ്കാലുകൊണ്ട് ചവിട്ടിത്തള്ളുക എന്നതാണ് സത്യവിശ്വാസികളുടെ ബാധ്യത. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവനേക്കാൾ ഉപരി സ്നേഹമാണ്. ആ സ്നേഹം നിത്യജീവിതത്തിൽ നമ്മൾ പകർത്തുന്നവരാണ്. ഒരർത്ഥത്തിലും നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെറുക്കുന്നവരല്ല, സ്നേഹമില്ലാത്തവരല്ല. ആ സ്നേഹം നിത്യജീവിതത്തിൽ അവിടുത്തെ എല്ലാ സ്വഭാവങ്ങളും പെരുമാറ്റങ്ങളും ജീവിത രീതികളും പകർത്തിക്കൊണ്ടാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. ജന്മദിനം ആഘോഷിച്ച് ഒരു സ്നേഹപ്രകടനം നടത്തുക എന്നുള്ളത് അള്ളാഹു റസൂലോ പഠിപ്പിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ്. അത് ആവശ്യമില്ല എന്ന് നമ്മൾ ജനങ്ങളോട് പറയുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.